മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിക്കെതിരെ എ പത്മകുമാറിന്റെ മൊഴി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് അപേക്ഷ നൽകുകയായിരുന്നു. ആ അപേക്ഷയിലാണ് ഫയൽ നീക്കം നടന്നത്. അറസ്റ്റിലായ പത്മകുമാറിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ്. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരിമോഹൻ, ഇപ്പോൾ പത്മകുമാറുമായി SIT സംഘം കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുന്നു. ഉടനെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുമോ? ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പത്മകുമാർ കടകംപള്ളിക്കെതിരെ മൊഴി കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണ് പത്മകുമാറിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന. ആ മൊഴി പ്രകാരം ഈ ഫയൽ നീക്കം, അതായത് പാളികൾ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നതിനു വേണ്ടിയുള്ള ഫയൽ നീക്കം തുടങ്ങുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നോ അല്ല, മറിച്ച് സർക്കാരിൽ നിന്നാണ് ഫയൽ നീക്കത്തിന്റെ തുടക്കം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്നിപ്പോൾ പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് സർക്കാരിന്, അതായത് ദേവസ്വം വകുപ്പിൽ ഒരു അപേക്ഷ നൽകുകയാണ്. അതായത് പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി താൻ പൂർണ്ണമായിട്ട് ചെലവ് വഹിക്കാം എന്നുള്ളതടക്കം ഉള്ളടക്കമുള്ള അപേക്ഷ നൽകുന്നത് ദേവസ്വം വകുപ്പിനാണ്. ആ വകുപ്പിന്റെ ചുമതലയാണുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ദേവസ്വം വകുപ്പിൽ ആ അപേക്ഷ ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും കടകംപള്ളി സുരേന്ദ്രനും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ ആ അപേക്ഷയാണ് ദേവസ്വം ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്ത് നൽകിയത് എന്നുള്ളതാണ് പത്മകുമാർ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെയുള്ള ഫയൽ നീക്കം, അതായത് ദേവസ്വം ബോർഡിൽ അതിന്റെ ഫയൽ നീക്കം തുടങ്ങുന്നത് ഈ അപേക്ഷയിന്മേലാണ് എന്നുള്ള കാര്യം കൂടി പത്മകുമാർ ഇന്ന് നൽകിയ മൊഴിയിലുള്ള പ്രധാനപ്പെട്ട നിലയ്ക്കാണല്ലോ, മുഖ്യ ആസൂത്രകൻ പത്മകുമാറാണെന്ന നിലയ്ക്കാണല്ലോ അത്തരം ചോദ്യങ്ങൾക്ക് എന്താണ് പത്മകുമാറിന്റേതായി വന്നിരിക്കുന്ന മറുപടി എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. സ്മൃതി, ദേവസ്വം വകുപ്പിന് നൽകിയ അപേക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പത്മകുമാർ നൽകുന്ന ഒരു മറുപടി, ആ ഫയൽ നീക്കത്തിൽ ഉദ്യോഗസ്ഥർക്ക് വന്നിട്ടുള്ള വീഴ്ച, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ തന്നെയാണ് അവിടെ പാലിക്കപ്പെട്ടത്. അതായത് സ്വർണം ചെമ്പാക്കി മാറ്റിയതും പിന്നീട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്ന സമയത്ത് രേഖകളിൽ കൃത്രിമം കാണിച്ചതും മിനിറ്റ്സ് തിരുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചയോ അല്ലെങ്കിൽ ബോധപൂർവമായ വീഴ്ചയോ തനിക്ക് അതിലൊരു പങ്കുമില്ല. തന്റെ അടുത്തേക്ക് ഒരു ഫയൽ വരുന്ന സമയത്ത് അത് ഉദ്യോഗസ്ഥർ എന്താണോ നിർദ്ദേശിക്കുന്നത് അതിന്റെ സാങ്കേതികത്വം അനുസരിച്ചുകൊണ്ട് ആ ഫയൽ നീക്കത്തിന് അല്ലെങ്കിൽ ആ ഫയലിന് അനുമതി കൊടുക്കുകയാണ് താൻ ചെയ്യുക. ദേവസ്വം ബോർഡ് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് കൂടുതൽ പരിശോധന ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് നടത്താറില്ല എന്നുള്ളതാണ് പത്മകുമാർ പറയുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥർ